ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാരായണീയാമൃതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 5-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. അയോധ്യാകാന്ഡം പാരായണ ഭാഗങ്ങൾ: നാരദ രാഘവ സംവാദം, ശ്രീരാമ അഭിഷേകാരംഭം. പാരായണം ചെയ്യുന്നത് ഷിബു ദിവാകരൻ. എല്ലാവർക്കും വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പാരായണം ശ്രവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. അയോധ്യാകാന്ഡം. താർമകൾ കൺപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാം അകലും പല ജാതിയും, സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിന. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി ബുക്കു. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടു വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കുവന്നിതു സൗഖ്യം. ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ. ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃത
അമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രിസുതയുമാനന്ദ വിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിന ശരഗുരുനാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമബലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദി സ്ഥിതൻ വ്യക്തനൗവ്യക്തനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവൻ അംഗജനാശനവന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോലവിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു ഭക്തിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശേലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയഭാനു സമാനനയാസമം ലീലയാ താംബൂല ചർവണാധീരനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദ
ലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധശരശ്ചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമംബരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു ദാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാനാവിഷയ സംഗം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതിദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ ദിച്ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം അളക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും
നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദിതൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന പത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തിയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർദ്ധകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയമഹാഗേഹത്തിന്നു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകിമാരാരിയും നീയുമാദേവി ജാനകി സാരസസംഭവനായതും മീതവ ഭാരതീദേവിയാകുന്നതും. ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ശീതകിരണൻ നീരോഹിണി ജാനകി. ആദിദേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംബൽക്കരി സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രഭരകുമാര രഘുപതേ. രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ സൽ സർവവുമേവ നീ. ചേതോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും. പിന്നേതിങ്കൽ നിന്നുള്ളു മഹത്തത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതസംഗാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോ നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു
നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയം ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവുരാജീവലോചനനാകുന്ന നീയല്ലോ നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെയോർക്കും വിധൗ കാരണമെന്നൽ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സമർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ ത്വൽകഥാനാമശ്രവണാദികൾ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ത്വൽഭക്ത ഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേ കഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൽ നാരദൻ ആനന്ദബാഷ്പ പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനി ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയുമതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം
നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടായതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണി. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവാൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു ധാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന. ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിതെപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേരെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നു കൊണ്ടുമതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും
നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴെ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം. ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുളി ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു കേൾക്ക. നാളെ പുലർക്കാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യേ കക്ഷ്യേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാതിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതിഭക്ത്യാ രഘൂത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മലവാരിണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും. ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളിച്ചീതു.
പുണ്യവാനായേന് അടിയനതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൽ ത്വൽപാദതീർത്ഥവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചൊന്നതു നീയടു. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാനിന്നവനാകുന്നതുമിന്നെടു. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ ജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിർണയം. ദേവകാര്യാർത്ഥം സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിത്തമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായയാ മായാ മനുഷ്യനായ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കി പുത്രണാം പിതാമഹനും ഭവാൻ. സർവേഷ്വഗോചരനായന്തര്യാമിയായി സർവജഗന്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു താനരുൾ ചെയ്യുകയാൽ. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും. യോഗേശാത്തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോൾ അപ്രവക്തവ്യം മയാ രാമകുത്രചി. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര
വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി, താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ വത്സ. മമത്വം ബഹിപ്രാണനായകാലുത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നാളെ 6-ാം ദിവസത്തെ വായനയുമായി വീണ്ടും കാണാം. ജയ് ശ്രീറാം.